ഹലോ ഗൈസ്, ഇന്ന് ശോഭാമ്മേൻ്റെ ബർത്ത്ഡേ. എന്നാലും ഇപ്പം ഇവിടെ ശോഭാമ്മ ഇല്ല. ശോഭാമ്മ മുത്തശ്ശീനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പോയേക്കുവാ തിരുവല്ലയിൽ. ഞാനും അഞ്ചും കൂടി അമ്പലത്തിൽ പോയായിരുന്നു രാവിലെ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ ഇച്ചിരി വെജിറ്റബിൾസ് വാങ്ങിച്ചു ഞങ്ങളുടെ സ്വന്തം സദ്യ ഉണ്ടാക്കാൻ ശോഭാമ്മയ്ക്ക് വേണ്ടി. അങ്ങനെയൊക്കെ ഞങ്ങൾ ശോഭാമ്മയെ സർപ്രൈസ് ചെയ്യാൻ പോകുന്നത്. അഞ്ച് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി പ്രിപ്പറേഷൻസ് എല്ലാം എടുത്തിട്ടുണ്ട്. നമുക്ക് കിച്ചണിൽ പോയി നോക്കാം. അഞ്ചു, ഇതെന്തിനാ? ഞാൻ തേങ്ങ തിരുമുക പരിപ്പിനും പിന്നെ തോരൻ വെക്കാൻ വേണ്ടിയിട്ടും കൂടെയുള്ള തേങ്ങ അരക്കൊണ്ടിരിക്കുന്നത്. ഓ ഓക്കെ. അഞ്ചു, അതെന്തുവാ ആ കവറിൽ വേണ്ടിയിരിക്കുന്നത്? ഇത് പായസത്തിന്റെ മിക്സാ. ഓ, പരിപ്പ് പായസമാ. ശോഭാമ്മയ്ക്കും ഉഷാമ്മയ്ക്കും ഒക്കെ പരിപ്പ് പായസമാണ് ഭയങ്കര ഇഷ്ടം. ഞാൻ പരിപ്പ് പായസം ഞാൻ കേട്ടിട്ടില്ല. കേട്ടിട്ടില്ലേ? ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് എനിക്ക് പരിപ്പ് പായസം ഉണ്ടാക്കാൻ അറിയത്തില്ല. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പൊ നമ്മളിത് ഇത് എളുപ്പമാണ്. കാരണം ജസ്റ്റ് ഓപ്പൺ ചെയ്ത് പ്രഷർ കുക്കറിൽ ഇട്ട് ഒരു 8 to 10 വിസിൽസ് എന്നാ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നമുക്കൊന്ന് നോക്കാം. ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല, ഫസ്റ്റ് ടൈമാ. നമുക്ക് നോക്കാം. ഓക്കെ, അഞ്ചു പൊട്ടിച്ചിടുക അല്ലേ? ഓ, 2 കവറുണ്ടല്ലേ? ഓക്കെ, ഇങ്ങനെ ഇരിക്കുന്നേ. ഇതിനകത്തോട്ട് ഇനി ഒരു 1/2 ലിറ്റർ വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. ഓ ഓക്കെ. കിച്ചു ഇവിടെ നിൽക്കുവാണെങ്കിൽ കിച്ചുവിന് ഇതൊക്കെ പഠിക്കാം. അപ്പോൾ ഗൈസ്, ഇത്രയാണ് ഞങ്ങളുടെ പ്ലാന്. ഞങ്ങൾ ശോഭാമ്മയ്ക്ക് ഇതൊന്നും അറിയത്തില്ല. ഞങ്ങൾ ശോഭാമ്മയെ സർപ്രൈസ് ചെയ്യാനാണ് നോക്കുന്നത്. ശോഭാമ്മേൻ്റെ ബർത്ത്ഡേ ഒന്നും ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇന്നും ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാമെന്നൊന്ന് തോന്നിയതാ. ശോഭാമ്മ ഇപ്പം വന്നിട്ടുണ്ട്. ശോഭാമ്മയ്ക്ക് ഞങ്ങളുടെ പ്രിപ്പയർ ചെയ്ത ഫുഡൊന്നും അറിയത്തില്ല. അപ്പോൾ നമുക്ക് പോയി ശോഭാമ്മയെ സർപ്രൈസ് ചെയ്യാം. ശോഭാമ്മ ഒരു കാര്യമുണ്ട് എനിക്ക് കാണിക്കാൻ. ശോഭാമ്മയ്ക്ക് വേണ്ടിയുള്ള ബർത്ത്ഡേ സർപ്രൈസാ. പരിപ്പ്, കിച്ചടി, തോരൻ, പായസം. എന്താ പായസമാ ഇത്? പരിപ്പ് പായസം. പരിപ്പ് പായസം ചോമയ്ക്ക് വലിയ ഇഷ്ടമാ. അറിയാം ചോമയ്ക്ക് അതൊക്കെയാ ഇഷ്ടമെന്ന്. ഇതെന്തുവാ? സേമിയ പായസം. ഓ സൂപ്പർ. ഹാപ്പി ബർത്ത്ഡേ.